ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നലെ സംസാരിച്ചതുപോലെ തന്നെ ഇന്നും കുടുംബജീവിതത്തിനുള്ള പ്രത്യേകമായ പ്രായോഗികമായ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ ക്ഷമ പ്രാർത്ഥന വിഷയങ്ങൾ പറയും. സ്ക്രീനിൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൂടെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ലോകം എമ്പാടുമുള്ള ലക്ഷങ്ങൾ ചേർന്ന് ഒരുമിച്ച് അവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കൊച്ചിയിൽ നിന്ന് സതീഷ് കുമാർ ആൻഡ് അനീഷ, അവർക്ക് അവരുടെ കുടുംബജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, കുടുംബജീവിതത്തിലുള്ള ദൈവസ്നേഹവും ഐക്യതയും ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ കക്കോടിയിൽ നിന്ന് നിമ്മി അനിരുദ്ധിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പ്രാർത്ഥിക്കുന്നത്. 2 മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അപ്പോൾ തന്നെ അവരുടെ ഹോട്ടൽ ബിസിനസ്സാണ് അവർക്കുള്ളത്. അതിനെ കർത്താവ് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കൊല്ലത്ത് നിന്ന് 3ാമത്തെ വ്യക്തികളാണ്. കൊല്ലത്ത് നിന്ന് സുഷമ ഗോപിനാഥ്, അവരുടെ മകൻ അനിൽകുമാർ ജോലിയിലൊരു നല്ല പ്രൊമോഷൻ ലഭിക്കുവാൻ, സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ മറ്റൊരു മനോഹരമായൊരു ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അവസാനമായിട്ട് പാലക്കാട് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് അവരുടെ മകളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാനും, അപ്പോൾ തന്നെ മരുമകൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഓരോ സ്പോൺസറെയും അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരം ഇവരുടെ മേൽ വരട്ടെ. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അവർ പങ്കുചേരുന്നത് കൊണ്ട് കർത്താവെ, നിനക്കുള്ള സകലത്തിൻ്റെയും ഓഹരി അവർക്ക് ലഭിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് അവരെ നൊമ്പരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒരു വലിയ വിടുതൽ അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ കേട്ട ഓരോ വിഷയവും യേശുവിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അതിനുള്ള മറുപടി ലഭിച്ചു എന്ന് വെച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ മേൽ അനുഗ്രഹങ്ങളെ ഞങ്ങളിപ്പോൾ പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618. ചെയ്ത വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, ഹസ്ബൻഡിന് ഷുഗർ വളരെ കൂടുതലായിരുന്നു. 250-ലും അതിലധികം ഒക്കെ ആയിട്ട് ഷുഗർ ഭയങ്കര കൂടുതലായിരുന്നു. ഹസ്ബൻഡ് ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കും. ഇത് പറയുന്നത്, ഇത് കാണാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഷുഗർ നോർമലായി എന്നാണ് പറയുന്നത്. ഹസ്ബൻഡും അവിടെ വരുമായിരുന്നു? ഇല്ല, ഹസ്ബൻഡ് വരില്ല, കാണുള്ളൂ. കൂട്ടായ്മയിലൊന്നും വന്നിട്ടില്ല. എങ്കിൽ പോലും കർത്താവ് ഭർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ സാധാരണ പറഞ്ഞു, ഒരാൾ യേശുവിന് വേണ്ടി ഇറങ്ങിയാൽ മതി, ബാക്കിയുള്ളവർ കൂടെ ഗതി പിടിക്കും. ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഞാൻ അങ്ങനെ ഇറങ്ങിയവനാ. ഓൾ റൈറ്റ്. ഏറ്റവും വലിയ അത്ഭുതം ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്, ഇവരൊരു വീട് വെച്ചതിനോടനുബന്ധിച്ച് ഇവർക്കൊരു 25 ലക്ഷം രൂപയുടെ കടം വരുവാനിടയായി തീർന്നു. ഒത്തിരി വർഷക്കാലമായി ഈ കടം ഇവരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടായി ഇങ്ങനെ ഇരുന്നു. ഒത്തിരി, ഒരു ബാങ്കിൽ നിന്ന് കടമെടുക്കും, മറ്റേ ബാങ്കിൽ നിന്ന് എടുത്ത് വീട്ടും, അങ്ങനെ 25 ലക്ഷത്തോളം രൂപ ഇവരുടെ ജീവിതത്തിൽ കടമുണ്ടായിരുന്നു. എന്നാൽ ന്യൂ ഇയർ സർവീസിൽ പങ്കെടുത്തതിന് ശേഷം ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പങ്കെടുക്കാൻ തുടങ്ങി. ഇവർ പറയുന്നത്, അത്ഭുതകരമായി ആ കടങ്ങൾ ഓരോന്നായി അത് വീട്ടി തീർക്കുവാൻ കർത്താവ് ഇടയാക്കി തീർന്നു. അത് മാത്രമല്ല, ഇപ്പോൾ KSFE-ല് ഒരു 10 ലക്ഷം രൂപയുടെ ചിട്ടികളുടെ കൂടിയൊക്കെയാണ്. കടബാധ്യത ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പൊ അത് സമ്പാദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ സഹോദരിയുടെ ഹസ്ബൻഡിന് 3 വർഷത്തോളമായി താൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തനിക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ലായിരുന്നു. പ്രൊമോഷൻ കിട്ടാതെ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞത്, സീനിയർ ആയിട്ടുള്ള ഒത്തിരി ആളുകൾ അവിടെയുണ്ട്, അവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞിട്ടേ
പ്രൊമോഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞത് ഞായറാഴ്ചയിൽ ഒരു ലൈവ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രൊമോഷന് വേണ്ടി ബ്രദർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പറഞ്ഞ് കഴിഞ്ഞ ജൂലൈ മാസം അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി. ഇപ്പോഴും സീനിയർ ആയിട്ടുള്ള ആളുകൾ അവിടെ തന്നെ ഉണ്ട്. പറയുന്ന ആ കമ്പനിയുടെ ഓണർ നേരിട്ട് വന്ന് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു മാനേജർ തസ്തികയിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. മാനേജർ പോസ്റ്റിലോട്ട് മാറി. ആമേൻ. ഒത്തിരി അനുഗ്രഹങ്ങൾ കർത്താവ് അവർക്ക് കൊടുത്ത് മാനിച്ചിരിക്കും. പ്രൊമോഷൻ മാത്രമല്ല, സാലറിയിൽ ഡബിൾ ഇൻക്രിമെന്റ് കൂടെ കൊടുത്തു. ആ ഓണർ നേരിട്ട് വന്ന് അത് ചെയ്തു. എത്ര പേർ ഹല്ലേലൂയ പറയും? ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്ക് നാം വളരെ പെട്ടെന്ന് പോവുകയാണ്. സാധാരണ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ഒത്തിരി കാസറ്റ്സ്, CD-കളൊക്കെ ഞങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, ഒത്തിരി കേൾക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബജീവിതത്തെ പണിയാൻ വേണ്ടിയിട്ട് അതൊക്കെ പലപ്പോഴും അതിലൊരു ടൂൾസ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പല സന്ദേശങ്ങളും അങ്ങ് പലതും തുറന്നു പറയാനായിട്ടൊരു മടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും അതൊക്കെ പറയാനായിട്ട് കുറച്ചൊരു വിമിഷ്ടം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സന്ദേശം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം വളരെ പ്രാക്ടിക്കലായിട്ട്, അപ്പോൾ തന്നെ വളരെ തുറന്ന്, വളരെ എന്താ പറയുക, തമാശ രൂപേണ ഒക്കെയാണ്, വളരെ രസാവഹമായിട്ട് ലളിതമായിട്ടുള്ള വാക്കുകളിലാണ് ഇന്നത്തെ സന്ദേശം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേൾക്കുന്ന എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകും. അത് വർഷങ്ങളായിട്ട് പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരാളാകാം, ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാകാം, ആർക്കാണെങ്കിലും ഇന്നത്തെ സന്ദേശം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ സന്ദേശം നിങ്ങളുടെ കുടുംബത്തെ പണിക്ക് വർഷങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. In some families, ചില കുടുംബങ്ങളിൽ the wife likes casual dress. ഭാര്യയ്ക്ക് വളരെ കാഷ്വൽ ആയിട്ട് ഇടുന്ന ഡ്രസ്സുകളാണ് ഇഷ്ടം. And the husband wants everything formal. ഭർത്താവിന് വളരെ ഫോർമൽ ആയിട്ടുള്ള ഔദ്യോഗിക വസ്ത്രങ്ങളാണ് ഇഷ്ടം. In some families, the wife wants to travel a lot. ചില കുടുംബങ്ങളിൽ ഭാര്യയ്ക്ക് ഒത്തിരി യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. But the husband wants to sit at home or sleep. ഭർത്താവിന് വീട്ടിൽ വെറുതെ ഇരിക്കാനോ ഉറങ്ങാനൊക്കെയാണ് ഇഷ്ടം. എടോ, നമുക്കൊന്ന് പുറത്തു പോകാം. എവിടെ പോണം? എന്തിനു പോണം? ഇവിടെ ഇരുന്നാ പോരെ. നാച്ചുറൽ കോൺവെർസേഷൻസ് ഇൻ മെനി ഫാമിലീസ്. ഇത് സാധാരണ കുടുംബത്തിൽ നടക്കാറുള്ള സംഭാഷണങ്ങളാണ്. In some families, one of the partners is very, very systematic, organized and orderly. ചില കുടുംബങ്ങളിൽ ഒരാൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ വളരെ ഓർഡറിലും ക്രമത്തിലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. Then the other person comes. മറ്റേ ആൾ വരുന്നു. Just like a Thorapan. He comes and everything is mess. എല്ലാം താറുമാറാക്കും. രാവിലെ തുടങ്ങി വൈകിട്ട് വരെ നിന്ന് എല്ലാ അതത് സ്ഥലത്ത് വെച്ച് അടിച്ച് തൂത്ത് റെഡിയാക്കി മിനുക്കി തിളക്കി വെച്ചു. ഈ മനുഷ്യൻ within 3 minutes Hiroshima and Nagasaki. Usually one partner is very stingy and the other is very luxurious. സാധാരണഗതിയിൽ ഒരു ജീവിത പങ്കാളിയിൽ ഒരാൾ വളരെ പിശുക്കി ചെലവാക്കുന്ന ആളായിരിക്കും, മറ്റേ ആൾ ധാരാളിയായിരിക്കും. And one partner may be a bookworm. ഒരാൾ പുസ്തകപ്പുഴുവായിരിക്കും. To the other one, books are allergic. മറ്റേ ആൾക്ക് ബുക്കെന്ന് കേൾക്കുന്നത് അലർജി ആയിരിക്കും. One is a good reader, the other one does not read. ഒരാൾ നല്ല വായനക്കാരനായിരിക്കും, മറ്റേ ആൾ വായിക്കുകയില്ല. This is not to compete but to complete. ഇത് പരസ്പരം തമ്മിലടിക്കാനും മത്സരിക്കുവാനല്ല, പക്ഷെ പരസ്പരം കുറവുകൾ നികത്തുവാനാണ്, പരസ്പര പൂരകങ്ങളാകുവാനാണ്. Shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ. Hallelujah. Hallelujah. In a family
we have to have a priority list. നമ്മളുടെ കുടുംബജീവിതത്തിൽ നമുക്ക് മുൻഗണനയുടെ ഒരു ക്രമം ഉണ്ടായിരിക്കണം, ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം. Write down. ഇടുക. My priority list. എൻ്റെ മുൻഗണനാ ക്രമം. My priority list. എൻ്റെ മുൻഗണനാ ക്രമം. Number 1. 1 God. ദൈവം. Number 2. 2 you. നിങ്ങൾ തന്നെ. Number 3. 3 your spouse. നിങ്ങളുടെ ജീവിത പങ്കാളി. Number 4. 4 your children. നിങ്ങളുടെ മക്കൾ. Number 5. 5 other family members and in-laws. നിങ്ങളുടെ മറ്റ് കുടുംബാംഗങ്ങൾ, അമ്മായിയപ്പൻ അമ്മായിയമ്മ എന്നിവർ. Number 6. 6 believing and other friends. വിശ്വാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ. Number 7. 7 others. മറ്റുള്ളവർ. This should be the priority in a home. ഒരു കുടുംബത്തിലെ മുൻഗണന കൊടുക്കുന്ന ഓർഡർ, ക്രമം ഇതായിരിക്കണം. After God, ദൈവത്തിന് ശേഷം the most important person in your life is sitting next to you today. ഇന്ന് ദൈവത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയാണ്. But do you give that importance is the question. പക്ഷേ ആ ഒരു പ്രാധാന്യത നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. So many husbands have told me one thing. ഒത്തിരി ഭർത്താക്കന്മാർ എന്നോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. My wife came only 12 years back. എൻ്റെ ഭാര്യ 12 വർഷത്തിന് മുമ്പേ കയറി വന്നതാ. But my mother came into my life, or I came out of my mother 35-40 years back. എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് 30-40 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാ. So who is more important? ആരാണ് ബ്രദറെ My mother or my wife? എൻ്റെ അമ്മയാണോ എൻ്റെ ഭാര്യയാണോ? People have asked me. എന്നോട് ചോദിച്ചിട്ടുണ്ട്. After marriage, it is your wife, not your mother or mother-in-law. വിവാഹത്തിന് ശേഷം നിങ്ങളുടെ അമ്മയും അമ്മായിയമ്മയുമല്ല, നിങ്ങളുടെ ഭാര്യയാണ് പ്രധാനപ്പെട്ട വ്യക്തി. ഭാര്യയ്ക്ക് ഭർത്താവിന് കൈ കൊടുത്തിട്ട് പറ, നിങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന വ്യക്തി. തമ്മിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ, കണ്ണിൽ നോക്കി പറയണേ, നിങ്ങളാണ് ദൈവം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പ്രധാന വ്യക്തി. വ്യക്തമായി പറയണം. Hallelujah. Hallelujah. So after marriage, in the beginning years, the love may be immature. ആ വിവാഹത്തിന് ശേഷം ആദ്യത്തെ ചില വർഷങ്ങളിൽ പക്വതയില്ലാത്ത സ്നേഹമായിരിക്കും. Love between them may be selfish. തമ്മിലുള്ള സ്നേഹം വളരെ സ്വാർത്ഥമായിരിക്കും. But it will have to go through a lot of seasoning and time tests. എന്നാൽ ചില സമയങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ it will become mature love. അത് പക്വതയുള്ള ഒരു സ്നേഹമായി മാറുന്നു. So as time passes by, കാലഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ look here. നോക്കൂ the love between husband and wife become mature. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അത് പക്വതയുള്ളതായി മാറുന്നു. It is called an understanding love. അത് പരസ്പരം മനസ്സിലാക്കുന്ന ഒരു സ്നേഹം എന്ന് പറയാം. Hallelujah. Hallelujah. So in the beginning time, even for silly reasons, the partners will be very sad, grieving. ആദ്യ കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭാര്യയും ഭർത്താവും ഭയങ്കര ദുഃഖിക്കുകയും മുറിവേൽക്കപ്പെടുകയും ചെയ്യും. But when it climbs the steps of understanding love, പക്ഷേ പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹത്തിന്റെ ഘട്ടത്തിലേക്ക് നമ്മൾ ചുവടുകൾ വയ്ക്കുമ്പോൾ, even if it is they are not calling each other every hour, it is not a problem to them because they understand each other. He is busy. പരസ്പരം അവർ വിളിക്കുന്നില്ലെങ്കിൽ പോലും അവർക്ക് പരസ്പരം അറിയാം അദ്ദേഹം തിരക്കുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Even if huge gifts are not given, the love remains. It is not drained. വലിയ സമ്മാനപ്പൊതികളൊന്നും നൽകപ്പെടുന്നില്ലെങ്കിലും ആ സ്നേഹം അതുപോലെ നിൽക്കും. കാരണം അറിയാം നിങ്ങൾക്ക് സ്നേഹമുണ്ട്. Hallelujah. Hallelujah. But in a husband and wife's relationship, doubt will create a lot of problems. എന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ജീവിതത്തിൽ സംശയം വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. In one moment, all the love earned in so many years will be drained because of one doubt. വളരെ വർഷങ്ങളായിട്ടുള്ള സ്നേഹത്തിന്റെ കൂമ്പാരം ഒരൊറ്റ നിമിഷത്തെ സംശയം കൊണ്ട് ചോർന്നു പോകും. Hallelujah. Hallelujah. And in the modern age, the main cause is social media. ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള പ്രധാന കാരണം സോഷ്യൽ മീഡിയയാണ്. WhatsApp,
വാട്സ്ആപ്പ്, SMS, Facebook, ഇമെയിലുകൾ, so many other mails. അങ്ങനെയുള്ള ഒത്തിരി മെയിലുകൾ. One word can create a hell at home. ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ കുടുംബം ഒരു നരകമാക്കാൻ കഴിയും. Once in a church, a wife received an SMS from a brother. ഒരിക്കൽ ഒരു ചർച്ചിൽ ഒരു ഭാര്യയ്ക്ക് ഒരു ബ്രദറിൽ നിന്ന് ഒരു SMS കിട്ടി. And in that SMS there was 3 letters, LOL. അതിൽ ഒരു 3 വേർഡുള്ള ഒരു വാക്കുണ്ടായിരുന്നു, LOL. And the husband was not used of all these kinds of languages, short forms. ഇതുപോലുള്ള ഷോർട്ട് ഫോം ഭർത്താവിന് അറിയില്ലായിരുന്നു. Usually LOL means what? LOL എന്ന് പറഞ്ഞാൽ laugh out loud. Yeah, laugh out loud. LOL. That's a short form. പൊട്ടിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ഷോർട്ട് ആണ് LOL. But this husband had another interpretation. പക്ഷേ ഭർത്താവ് വേറെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു. L is there, O is there. Then I know what. എല്ലുണ്ട് ഓയുണ്ട്, മനസ്സിലായി, പിടികിട്ടി. That man has sent a dash SMS. അവനൊരു പ്രത്യേകമായ SMS അയച്ചത്. That night there was a nuclear war. അന്ന് അവിടെ ഒരു ന്യൂക്ലിയർ യുദ്ധം ആരംഭിച്ചു. And this poor man fell into their midst. ഈ പാവപ്പെട്ട മനുഷ്യൻ അതിനിടയിലേക്ക് ചെന്ന് വീഴേണ്ടി വന്നു. Because the husband called. കാരണം ഭർത്താവ് വിളിച്ചു. And he put in speakerphone. സ്പീക്കർ ഫോൺ ഓൺ ആക്കി. Wife also came. വൈഫും വന്നു. Both of them started fighting. രണ്ടുപേരും ഇങ്ങനെ മുമ്പിൽ നിന്ന് തമ്മിലടിയായി. I am here with this phone. ഞാൻ ഇങ്ങനെ ഫോണായിട്ടിരിക്കുകയാണ്. What is the problem? എന്താ പ്രശ്നം? LOL. LOL വന്നു. The whole night they fought. മുഴു രാത്രി അവർ തല്ലുപിടിച്ചു. Beware of social media. സോഷ്യൽ മീഡിയയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. SMS, WhatsApp messages, Facebook, Twitter. SMS, Twitter, WhatsApp മെസ്സേജുകൾ, ഫേസ്ബുക്ക് എല്ലാം നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. So beware of all social media. എല്ലാ സോഷ്യൽ മീഡിയയും നിങ്ങൾ കരുതലുള്ളവരായിരിക്കണം, സൂക്ഷിക്കേണ്ടതാണ്. Your phone should be accessible to your spouse. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ജീവിത പങ്കാളിക്കും എടുക്കാവുന്ന രീതിയിലായിരിക്കണം. Lock, inner lock. അങ്ങനെ പൂട്ടി അതിന്റെ അകത്തിൽ അകപ്പൂട്ടു. Nobody, even God, can open my SMS. ദൈവത്തിന് പോലും എന്റെ SMS തുറന്നു നോക്കാൻ പറ്റില്ല. That means you are on a dangerous ground. അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു അപകട നിലയിൽ നിൽക്കുകയാണ്. Be very careful. നിങ്ങൾ വളരെ സൂക്ഷിക്കണം. When God created Adam and Eve, ദൈവം ആദമിനെ ഹവ്വയെ സൃഷ്ടിച്ചപ്പോൾ, Genesis chapter 1, ഉൽപ്പത്തി 1-ാം അധ്യായം, Genesis chapter 2, 2-ാം അധ്യായം, the Bible says, വചനം പറയുന്നു, they were naked and they were not ashamed of. അവർ നഗ്നരായിരുന്നു എന്നാൽ അവർക്ക് ലജ്ജയുണ്ടായിരുന്നില്ല. There is a message in it. അവിടെ ഒരു സന്ദേശമുണ്ട്. Everything was open between them. Everything was transparent between them. Nothing had to be hidden. അതിന്റെ ഇടയിൽ ഒരു സന്ദേശം ഇതാണ്, അവർ തമ്മിൽ ഒന്നും മറക്കേണ്ടതുണ്ടായിരുന്നില്ല, സകലവും നഗ്നവും തുറന്നതുമായിരുന്നു, മാത്രമല്ല എല്ലാം സുതാര്യമായിരുന്നു. Hallelujah. Hallelujah. I'm not saying that we should not wear dress like them. അവരെ പോലെ ഡ്രസ് ഇല്ലാത്തവരായിരിക്കണം എന്നല്ല പറഞ്ഞത്. That is not the meaning. അതല്ല. You can wear good dress, നല്ല വസ്ത്രം ധരിക്കുക, hide your nakedness, നിങ്ങളുടെ നഗ്നത മറയ്ക്കുക. Your life should be open to your spouse. പക്ഷെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭർത്താവിന്റെ മുൻപിൽ തുറന്നതായിരിക്കണം. ഒരു 10 ഹല്ലേലൂയ കൂടി പറ എവിടെന്നെങ്കിലും. ആക്ഷൻ പ്ലാൻ എഴുതുക. അടുത്ത ആക്ഷൻ പ്ലാൻ നിങ്ങൾ എഴുതുക. I will not hide anything from my spouse. എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്നും ഒരു കാര്യവും ഞാൻ ഒളിച്ചു വയ്ക്കുകയില്ല. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തടുത്തുണ്ടെങ്കിൽ കൈകളെ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു.
ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങ് അനുഗ്രഹിക്കണമേ. വലിയൊരു അനുഗ്രഹം ദാമ്പത്യ ജീവിതത്തിൻ്റെ മേൽ, കുടുംബ ജീവിതത്തിൻ്റെ മേൽ വന്ന് ചേരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന സന്ദേശങ്ങൾ കുടുംബങ്ങളെ പണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനങ്ങൾ അവരെ എൻകറേജ് ചെയ്യേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഭർത്താക്കന്മാരുടെ മേൽ വലിയ ജ്ഞാനം വന്നു ചേരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ കുടുംബജീവിതത്തെ നേതൃനിരയിൽ നിന്നുകൊണ്ട്, മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കൃപ യേശുവിൽ നിന്നും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു തന്നെ കുടുംബജീവിതത്തിൻ്റെ ശിരസായി നിൽക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബത്തെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള കൃപ ഭർത്താക്കന്മാരുടെ മേൽ ഞങ്ങളിപ്പോൾ പകർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഭാര്യമാർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യെസ് ലോർഡ്. ഇന്നത്തെ ക്ലാസ്സിലുണ്ടായതുപോലെ ആ ജ്ഞാനത്തിൻ്റെ ആത്മാവിനെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭർത്താക്കന്മാരെ മനസ്സിലാക്കുവാൻ, അവരുടെ ആഗ്രഹങ്ങളെ തിരിച്ചറിയുവാൻ, അവരുടെ ആവശ്യങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ കർത്താവെ ജ്ഞാനത്തിൻ്റെയും കർത്താവെ അതുപോലെ തന്നെ പ്രത്യേകമായ കരുതലിൻ്റെയും ആത്മാവിനെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ഭൂമിയിൽ കർത്താവെ ഇവർ ഒരുമിച്ച് ജീവിക്കുന്നിടത്തോളം സമയം സന്തോഷത്തോടെ സമാധാനത്തോടെ അനേകർക്ക് മാതൃകയോടെ ജീവിക്കുവാൻ കർത്താവെ അതിനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ ഇവരുടെ മക്കൾക്ക് ഇവരൊരു മാതൃകയായി തീരട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നുവോ അതിൻ്റെ മേലൊരു സൗഖ്യം അങ്ങ് പകരണമേ. താങ്ക് യു ജീസസ്. കർത്താവെ ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏത് കാരണത്താൽ ഒരുപക്ഷെ ഭർത്താവിന് കൗണ്ട് കുറവാണ്, വൈഫിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസമുണ്ട്, ഏതെങ്കിലും ഗൈനക്കോളജിക്കൽ പ്രോബ്ലമോ ഫിസിക്കൽ പ്രോബ്ലമോ എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവെ ആ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിച്ച് അങ്ങ് പൈതങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ കർത്താവെ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ മാറിപ്പോകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കിഡ്നികൾ തകരാറുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, പൂർണ്ണമായ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. ഷുഗർ, ഡയബറ്റീസ് ഉള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ ഇപ്പോൾ സ്വീകരിക്കുക. ഞാനിത് പറയുന്ന ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ചില ശരീരങ്ങളിൽ എന്തോ ഒരു ഷിവറിങ് പോലെ, കറണ്ട് അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിയർക്കുന്നത് പോലെ ചില പ്രത്യേക അനുഭവങ്ങൾ ചിലർക്കുണ്ടാകുന്ന വലിയ രോഗസൗഖ്യങ്ങൾ ചിലർക്ക് നടക്കുകയാണ്. അതുപോലെ രാത്രിയിൽ ദുസ്വപ്നങ്ങൾ കണ്ട് വല്ലാതെ ഭയപ്പെട്ട് പകൽ മുഴുവൻ അത് ഓർത്ത് ഭയമാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള ചില വ്യക്തികളെ ആ ഭയത്തിൻ്റെ ഗ്രിപ്പിൽ നിന്നും യേശു കർത്താവ് ഇന്ന് വിടുവിക്കുകയാണ്. പൂർണ്ണ വിടുതലുകൾ ഓരോ ഏരിയയിലും നൽകണമേ. ഈ സമയത്ത് പ്രത്യേകിച്ച് നിങ്ങളുടെ വിഷയങ്ങളൊന്നും എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിക്കൊണ്ട് ആ വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും കർത്താവ് അങ്ങ് സന്ദർശിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് UAE-യിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ദുബൈയിലുണ്ട്, ഷാർജയിലുണ്ട്, അൽനാദയിലുണ്ട്. അവിടേക്ക് പ്രത്യേകിച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ DVD-കൾ അതുപോലെ MP3 ഫോർമാറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇത് ആവശ്യമുള്ളവർ ഇന്ന് തന്നെ വിളിച്ച് അന്വേഷിക്കുക. കർത്താവിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ അതിലൂടെ പ്രാപിക്കുക. ഒരു ആഗ്രഹം എനിക്കുള്ളത്, ഓരോ വീട്ടിലും എല്ലാ വീട്ടിലും ഒരു കോപ്പിയെങ്കിലും ഇതിൻ്റേത് ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ അടുത്ത വർഷമായിരിക്കും നമുക്ക് ഇനി ഒരു ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസ് ഒരുപക്ഷെ ഈ വർഷം നടന്നതിനേക്കാൾ, ഇതുവരെ നടന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് ഈ വർഷം നടന്നത്. ഫെസിലിറ്റി തന്നെ വളരെ കുറവായിട്ട് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ അടുത്ത വർഷം ഇതിനേക്കാൾ ബിഗ്ഗർ ലെവലിൽ നടത്താൻ ആഗ്രഹം ഉണ്ട്. പക്ഷേ അതിനു മുമ്പ് ഒരു പ്രിപ്പറേറ്ററി എന്ന രീതിയിൽ ഈ വർഷത്തെ ക്ലാസ്സുകൾ പല പ്രാവശ്യം കേൾക്കുക. വണ്ടിയിൽ പോകുമ്പോൾ അതിൻ്റെ ഓഡിയോ CD കേട്ടോണ്ട് പോകും ഒരുമിച്ച്. വീട്ടിലാണെങ്കിൽ അതിൻ്റെ DVD ഇടാം, ഒരുമിച്ച് എല്ലാം കണ്ട് അതിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി നടക്കുകയാണെങ്കിൽ എനിക്കൊരു സജഷനുണ്ട്. അന്നത്തെ ദിവസം അതിൻ്റെ ഒരു MP3 രണ്ടുപേരും കൂടി ഇരുന്നൊന്ന് കേൾക്കുക. അതൊരു ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ കുടുംബജീവിതത്തിന് അത് ഏറ്റവും
അനുഗ്രഹമായിരിക്കും. നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. ബൈ. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival, September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, Hall number 7, Al Nahda, Dubai, UAE. Call 055 741 5618.